ഇനി അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്സ് ആണ്. ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് വഴി നമ്മളുടെ ഡാറ്റയുടെ ടൈപ്പും സൈസും ആ വാരിയബിളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഏതാണ്, അതുപോലെ തന്നെ അത് ഏത് സൈസ് എത്രയാണ് സൈസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡാറ്റ ടൈപ്പ് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, ഇതെല്ലാം പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ്. ഡബിൾ, അതെല്ലാം പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. അതിൽ ഇൻറ്റ് നമ്മൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞൊരു വാരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജറാണ്. അത് മെമ്മറിയിൽ 2 ബൈറ്റ് സൈസ് അതിന് വേണ്ടി അലോട്ട് ചെയ്ത് വെക്കും ഇൻറ്റിജർ ആണെങ്കിൽ. ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ 4 ബൈറ്റ്, ഡബിൾ ആണെങ്കിൽ 8 ബൈറ്റ്. അങ്ങനെ ഓരോ ഡാറ്റ ടൈപ്പിനും സ്പെഷ്യൽ സൈസസ് അവിടെ അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസിൽ. ഇനി ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഡാറ്റ ടൈപ്പാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പും വേറെ ഡാറ്റ ടൈപ്പും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മളുടെ അറേ, ഫങ്ഷൻ, പോയിൻറ്റേഴ്സ്, ഇതെല്ലാം ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. ഇനി അടുത്തത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ യൂസർ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് യൂസർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനം, ഇതെല്ലാം അതുപോലെ സ്ട്രക്ചർ, ഇതെല്ലാം യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. പിന്നെ അടുത്തത് ടോപ്പിക് എന്ന് പറയുന്നത് വേരിയബിൾസ് എന്ന് പറയും. വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ വാല്യൂ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ വാരിയബിൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്ന എക്സാമ്പിൾ ഇൻറ്റ് എ, അതായത് ഈ എയിൽ ഒരു വാല്യൂ, ഡാറ്റ വാല്യൂ ഉണ്ടാകും, അത് ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്ന ജനറൽ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ് സ്പേസ് വാരിയബിൾ നെയിം വിത്ത് സെമിക്കോളൻ. ഇതാണ് ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്ന ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇൻറ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ് ആവാം, ക്യാർ ആവാം, ഫ്ലോട്ട് ആവാം. വാരിയബിൾ നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നൊരു ഇൻറ്റിജർ വാരിയബിളിനെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. അതിന് മെമ്മറിയിൽ 2 ബൈറ്റ് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാകും. സോ ഇതാണ് വാരിയബിൾ എന്ന് പറയുന്നത്.